തട്ടാൻ സർവീസ് സൊസൈറ്റി രണ്ടാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കോങ്ങാട് വ്യാപാര ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് പൊന്നോളി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സമുദായത്തിന്റെ പരമ്പരാഗത തൊഴിൽ മേഖലയുടെ ഉന്നതിക്കായി ആഭരണ നിർമ്മാണ വിപണന കോർപ്പറേഷൻ ആരംഭിക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസംഘടിതരായ ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ ഗവൺമെന്റിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് തലത്തിൽ ഈ ആഭരണ തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പരമ്പരാഗതമായ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ആഭരണ നിർമ്മാണ വിപണന കോർപ്പറേഷൻ ഞങ്ങൾക്ക് നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. ആ കോർപ്പറേഷനിലൂടെ ഞങ്ങളുടെ ഈ പരമ്പരാഗതമായ തൊഴിൽ മുന്നോട്ട് കൊണ്ടുവരുവാനും മാന്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷനായി. തട്ടാൻ സമുദായത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി 23 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് TSS. ചടങ്ങിൽ മുതിർന്നവരെ ആദരിക്കൽ, ചർച്ച, പരീക്ഷാ വിജയികൾക്ക് ആദരം, കലാപരിപാടികൾ എന്നിവ നടന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് തട്ടാന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തെ ഈ 3 കാര്യങ്ങളിലും കൈപിടിച്ചുയർത്തി ഉയരങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് TSS അഥവാ തട്ടാൻ സർവീസ് സൊസൈറ്റി എന്ന സാമുദായിക സംഘടനയ്ക്ക് രൂപം നൽകിയത്. 2001 രൂപം നൽകിയ ഈ സംഘടന 23 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ പോലെ ഞങ്ങൾക്കും മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് വേണ്ടി വിശ്വകർമ്മ സമുദായത്തിന് ഗവൺമെന്റിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാത്തത് കൊണ്ട് ഈ സമുദായത്തെയെങ്കിലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായുമുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയുവാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസംഘടിതരായ ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ ഗവൺമെന്റിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് തലത്തിൽ ഈ ആഭരണ തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പരമ്പരാഗതമായ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ആഭരണ നിർമ്മാണ വിപണന കേന്ദ്രം കോർപ്പറേഷൻ ഞങ്ങൾക്ക് നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. ആ കോർപ്പറേഷനിലൂടെ ഞങ്ങളുടെ ഈ പരമ്പരാഗതമായ തൊഴിൽ മുന്നോട്ട് കൊണ്ടുവരുവാനും മാന്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇന്ന് ഈ ആഭരണ നിർമ്മാണം മുഴുവനും നടക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി പരമ്പരാഗതമായ തൊഴിലാളികൾക്ക്, പരമ്പരാഗതമായ തട്ടാന്മാർക്കും അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാന്യമായ വേതനം ലഭിച്ചുകൊണ്ട് ഞങ്ങളുടെ ആഭരണങ്ങൾ അത് വിപണനം ചെയ്യുവാൻ വേണ്ടി ഈ കോർപ്പറേഷനിലൂടെ നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാന്യമായ വേതനം നൽകുകയും ഞങ്ങളുടെ സമുദായത്തെ ഈ തൊഴിൽപരമായ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയായും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇന്നിവിടെ കോങ്ങാട് യൂണിറ്റിന്റെ 2ാം വാർഷികമാണ്. ആ വാർഷികത്തിനോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും എൻ്റെ സമുദായത്തിന്റെ എല്ലാ നിലയ്ക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം.